വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്, ആരും സ്കിപ്പ് ചെയ്യാതിരിക്കുക. 399 ആണ് എന്റെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ. വീട്ടുകാരായിരുന്നാലും കൂട്ടുകാരായിരുന്നാലും നാട്ടുകാരായിരുന്നാലും ഈ 399 കൊടുത്തു വേണം സബ്സ്ക്രിപ്ഷൻ പ്ലാനുള്ള സാധനം എന്താണെന്ന് കാണാൻ വേണ്ടി. ഇപ്പൊ സബ്സ്ക്രിപ്ഷന്റെ കാലം, തുണി അഴിച്ചുകൊണ്ട് പൈസ ആക്കുന്ന കാലഘട്ടമാണ്. എന്താ പറയാനുള്ളത്? ഇതുപോലെയുള്ള ആൾക്കാരെല്ലാം വലിച്ചു കീറുക. നിങ്ങളുടെ ഉദ്ദേശം നടക്കില്ല. ഇനിയിപ്പൊ എത്ര വലിയ കൂട്ടുകാരനാണെങ്കിലും നീ പൈസ കൊടുത്ത് കണ്ടാൽ മതി. എനിക്കതിൽ മെച്ചമുള്ളത് കൊണ്ടിട്ടാണ് ഞാൻ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ തുടങ്ങിയത്. അല്ലാതെ ഫ്രീ ആയിട്ട് എനിക്ക് എല്ലാവരെയും കാണിക്കാനാണെങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ ഒരു പ്ലാൻ തുടങ്ങേണ്ട കാര്യമില്ലല്ലോ. ഇതല്ല വേണ്ടത്. എങ്ങനെ പൈസ ഒരു സ്ത്രീ അല്ല, സ്ത്രീകൾക്ക് സ്ത്രീകളെ സെൻസ് കാണിക്കാനും അതെ മറ്റുള്ള ഒരാളെല്ലാം കാണുന്നത് ഒരുപാട് കാണാനായിട്ട് അതുമാത്രമായിട്ട് വേറെ എന്തെങ്കിലും സംഭവമില്ല. നീ ഇതിന് കൂട്ടിക്കൊന്ന് ഞാൻ കരുതിയില്ല. യൂട്യൂബ് ലോനപ്പാ. കഷ്ടം തന്നെ കേട്ടോ. എന്ത് നമ്മുടെ ഈ ഇത് പറയണ്ട, ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഇങ്ങനെയുള്ള ആൾക്കാർ നശിപ്പിക്കുവാണ്. പുതിയ പുതിയ താരങ്ങളാണ് ഓരോ ദിവസം സബ്സ്ക്രിപ്ഷനിൽ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നത്. അവർക്കെല്ലാം ഈ പറഞ്ഞ കണക്ക് മിനിമം 500-ൽ കുറയാതെ 500 to 3000 തുക എന്ന് പറഞ്ഞാ എത്ര എമൗണ്ട് വരും? ഹൻസികയുടെ മറ്റേ കൃഷ്ണകുമാറിന്റെ മകൾ തുടങ്ങി 3500, 2 ദിവസം കൊണ്ട് 3500 കയറിയിരിക്കുന്നു. അന്നാരാജന് 3500. അതെന്ന് ആലോചിച്ച് വെക്കുക, എല്ലാ താരങ്ങൾക്കും 3500, 4000. ഇന്ത്യ റുപ്പീസ് അത്ര ഉണ്ടാവും. 2 രാത്രി കൊണ്ട് കൃഷ്ണകുമാർജിയുടെ മകൾ 12 ലക്ഷം രൂപയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഹന്നാരാജൻ ഒരാഴ്ച കൊണ്ട് 13 ലക്ഷം രൂപയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞേ. 2 രാത്രി കൊണ്ട് 12 ലക്ഷം രൂപയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. Fantastic. I want that job right now. Right now. പത്ത് സെക്കൻഡ് കൊണ്ട് വൈറലാവണ സംഭവില്ലേ? കുറ്റം പറയുവരെങ്കിലും ഇന്നോ എന്ത് വേണേ ചെയ്തോട്ടെ, നമുക്കെന്ത്, നമുക്ക് നമ്മുടെ കാശ് കിട്ടണം, അത്ര തന്നെ. അയ്യോ ദാരിദ്ര്യം. ഭയങ്കര രീതിയിൽ അങ്ങ് കുനിഞ്ഞു നിന്ന് എന്തു ഉദ്ദേശിക്കുന്നത്, എന്തുവാ കാണിക്കാനായിട്ട് ശ്രമിക്കുന്നത്? ചുമ്മാ എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇട്ട് ഫ്രീ ആയിട്ട് കാണിച്ചു തരുമോ, ഒരെണ്ണം അയച്ചു തരുമോ, അങ്ങനെ കാണിച്ചു തരാനും കാണിച്ചു തരാനും തുടങ്ങി പിന്നെ ഞാൻ എന്തിനാ ഈ തുടങ്ങിയേക്കുന്നത്? എന്നിട്ട് നമ്മൾ ഈ ഒരു വിഷയം എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സ്ത്രീയെ നശിപ്പിക്കുന്നു, അവരുടെ കുടുംബം തകർക്കാൻ നോക്കുന്നു, ഇനിയെങ്കിലും അവരെ വിട്ടുകൂടെ, അവരെ പാവം തോന്നുന്നു എന്നൊക്കെയാണ് കുറെ ആൾക്കാർ വന്ന് ഡയലോഗ് അടിക്കുന്നത്. ഇത് അസൂയാണ്, മുഴുത്ത അസൂയ. എത്ര ആത്മാർത്ഥമുള്ള സുഹൃത്തുക്കളാണെങ്കിലും ഇതൊന്നും ആർക്കും സഹിക്കാൻ പറ്റില്ല. എനിക്കാണ് സഹിക്കാനേ പറ്റില്ല. ഏയ് അങ്ങനെയൊന്നും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളല്ല ചന്തു. ചന്തുവിനെ ഞങ്ങൾക്ക് അറിയാം. എന്റെ പൈസ ഇല്ലെങ്കിൽ നീ കാണണ്ട, അത്രേ ഉള്ളൂ. ഇത് കുറെ പേരെടുത്ത് എനിക്കറിയാം കുറെ പേരെടുത്ത് ഇങ്ങനെ വന്നിട്ട് പരസ്യമായിട്ട് ഇത് സെല്ല് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് പുള്ളിക്കാരി സംസാരിക്കുന്നത്. ആലോചിക്കുക, ഇവരുടെ ആ ഒരു സാമ്പത്തിക നേട്ടം, അതായത് ഒരാൾക്കും എത്തിപ്പിടിക്കാത്ത രീതിയിൽ വളർന്നു കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ പ്രമുഖ താരങ്ങൾ. പുരുഷന്മാരെ സംബന്ധിച്ച്, പഹയന്മാരെ സംബന്ധിച്ച് ഓല ജീവിതം വഴിമുട്ടിയ അവസ്ഥയാണ്. നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഈ ഒരു വീഡിയോ ഒന്ന് കാണുക, സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, ഒന്ന് കണ്ടോക്കെ. പല പെൺകുട്ടികളും വീട്ടിൽ പൈസ ചോദിക്കാറില്ല. കാരണം എന്തെന്നറിയോ, അവർ പൈസ മറ്റു തരത്തിലും ഏൺ ചെയ്യുന്നുണ്ട്. അതെന്നാണ് പ്രശ്നം? എങ്ങനെയെന്ന് പറയട്ടെ, അതായത് ഇവര് ഓൺലൈനിൽ കൂടെ അവരുടെ ശരീര പ്രദർശനം നടത്തിയാണ് പൈസ ഉണ്ടാക്കുന്നത്. ഈ പെൺകുട്ടികൾ മുഖത്ത് കംപ്ലീറ്റ് ഒരു കറുത്ത മാസ്ക് അല്ലെങ്കിൽ ഒരു കൂളിംഗ് ഗ്ലാസും മാസ്കും വെക്കും, അല്ലെങ്കിൽ മുഖം മൊത്തവും കണ്ണു മാത്രം കാണത്തക്ക രീതിയിൽ ഒരു ആവരണം ഒന്നിടും. ബാക്കി ശരീരഭാഗം കംപ്ലീറ്റ് ന്യൂഡാണ്. എന്നിട്ട് ഓൺലൈനിൽ വന്നിട്ട് മാസ്റ്റർബേഷൻ നടത്തുക. 10 മിനിറ്റ്സിന് 500 rupees ഓൺവേർഡ്സ്. പിന്നെ അവരുടെ ആ ബോഡിയുടെ ഫിഗർ എങ്ങനെ ഇരിക്കുമോ, അവർ എത്ര നല്ല രീതിയിലാണോ അത് പ്രസന്റ് ചെയ്യുന്നത്,
ഇതിനെയൊക്കെ അനുസരിച്ചാണ് അവരുടെ റേറ്റ് കൂടുന്നത്. കമ്പോളത്തിൽ എന്നുണ്ടാവും മാർക്കറ്റ്? മുംബൈ ധാരാവി മാർക്കറ്റിൽ തൊണ്ടോട് കൂടിയാണെങ്കിൽ 50,000, തൊണ്ടില്ലെങ്കിൽ 75,000. ഓ, അത് മുതലാവില്ല. ഒരു കുറച്ചൊരു കാലം അങ്ങോട്ട് കഴിഞ്ഞു കഴിയുമ്പോഴേക്കും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ഒന്നും കാണത്തില്ല. പൈസ കൊണ്ട് നമുക്ക് എല്ലാം നേടാൻ കഴിയില്ലല്ലോ. ഒരു 25 വയസ്സ് അല്ലെ 30 വയസ്സാകുമ്പോഴത്തേക്ക് ഷുവർലി ഇവരെല്ലാം സൂയിസൈഡിലേക്ക് പോകും. എന്തുകൂടെ നമ്മൾ ഇവരെയൊക്കെ പറയണ്ടേ, കഴിവതും ഇൻസ്റ്റാഗ്രാം ഈ ഒരു സാധനം അങ്ങ് നിർത്തുക, അതായിരിക്കും ഏറ്റവും ബെറ്റർ. അതെ, തീർച്ചയായിട്ടും നാശത്തിലേക്കാണ് നിന്റെ പോക്ക് എന്ന് നമ്മൾ പറയാറില്ലേ, അതേപോലെ തന്നെ ഇൻ ഹരിഹർ എന്ന സിനിമയിലുള്ള ഒരു സീനാണത്. നാശത്തിലേക്കാണ് നിന്റെ പോക്ക് എന്നുള്ളത്. സോഷ്യൽ മീഡിയ അനാവശ്യമായിട്ട് ദുർവിനിയോഗം ചെയ്യുന്ന ഏതൊരു വ്യക്തിയുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണെന്നുള്ളതാണ്. വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. ഇപ്പോഴും കുറെ കുട്ടികൾ പേരൻസിന്റെ ഒക്കെ ഫോൺ എടുത്തിട്ട് ഈ സബ്സ്ക്രിപ്ഷനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അത് ഈ പറയുന്ന അവർ അച്ഛനും അമ്മയും പോലും അറിയത്തില്ല അവർ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയതൊന്നും. ഇതൊക്കെ ആക്ച്വലി ഓട്ടോ ഡെബിറ്റ് ആയിരിക്കും, അത് മന്ത്ലി ഓട്ടോ റിന്യൂവൽ. മാത്രമല്ലല്ലോ, സ്ത്രീകൾക്ക് വേറെ എന്തൊക്കെ കാശ് ഉണ്ടാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇല്ലേ? ഇത് വന്നിട്ട് ഈ പൊതുജനങ്ങളുടെ മുമ്പിൽ ഇതുപോലെ അഴിഞ്ഞാടിയിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് എന്താ അങ്ങനെ പറയാൻ കാരണം? അവർക്ക് അതിൽ നിന്നാവുമ്പോ ഈസിയാ, വേറെ പണിയൊന്നുമില്ല. പിന്നെ പഴയ പോലെ ദൂരദർശന്റെ കാലമല്ല, നല്ല പേ ചാനലിന്റെ കാലമാണ്. കാശ് ഒന്നും ഞാൻ എന്തും ചെയ്യും. അവരവരുടെ ലൈനിലേ പോകൂ. അപ്പൊ അവരവരുടെ ശരീരം വിറ്റ് ജീവിക്കുന്നവരെ കുറിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് അവരുടെ ഒരു ഇതാണ്. പക്ഷെ അതൊക്കെ നിർത്താനുള്ള നിയമം വരണം. അങ്ങനെ പൈസ ഉണ്ടാക്കണ്ടെന്നേ. നിർത്താനുള്ളൊരു നിയമം ഇവിടെ പ്രസിഡന്റ് ഒപ്പുവെച്ച് കഴിഞ്ഞു. അത് പോരിച്ചൂട്ടപ്പച്ച, അപ്പച്ചന് ഭയങ്കര ദീർഘവീക്ഷണമാണ്. നന്നായി. എന്റെ അമ്മ എപ്പോഴും പറയേ തള്ളത്തിൽ നിന്നാ വളരുകയില്ലാന്ന്. കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോ കിട്ടുന്ന ചെറിയ സുഖം ഉണ്ടല്ലോ, അത് വലിയ സന്തോഷം. നേരെ മറിച്ച് സുഖിച്ച് ജീവിക്കാൻ വേണ്ടല്ലോ, എത്ര കിട്ടിയാലും നിർത്തി വരികയല്ല. ഇതിനൊക്കെ സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്താൽ വളരെ നന്നായില്ലേ. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പൊ ഉൾപ്പെട്ട കാണാം. പോട്ടെ അമ്മച്ചി.